ഹായ് ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാനൊരു വൺ പോട്ട് ഡിഷിന്റെ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന മക്കൾക്കും അതുപോലെ വിദേശത്തൊക്കെയുള്ള ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൺ പോട്ട് ഡിഷാണ്. ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറും കറിയും എല്ലാം കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു കപ്പ് അരി നമ്മൾ ബസ്മതി റൈസ് ആണ്. അതൊരു 15 മിനിറ്റ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുവാണ്. പ്രഷർ കുക്കറിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. കാരണം വൺ പോട്ട് ഡിഷ് അല്ലേ, അപ്പൊ നമ്മള് വെജിറ്റബിൾസും എല്ലാം ഇതിനകത്ത് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യാണ് കുക്കിങ്ങിന് കുറച്ചുകൂടെ സേഫ്. അതായത് അത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ ചെന്ന് കഴിയുമ്പോൾ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കില്ല. പക്ഷെ ഓയിലാണെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും. അത് നമ്മുടെ ആരോഗ്യത്തിന് കേടാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പൊതുവെ നെയ്യാണ് ഉപയോഗിക്കാറ്. അതാണ് ഞാൻ നെയ്യ് ഉപയോഗിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. നെയ്യ് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോള പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഞാൻ ശകലം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉള്ളി ചെറുതായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, 3 ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പച്ചക്കറികൾ വേണേലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റോ അതുപോലെ കോളിഫ്ലവറോ ഒക്കെ ചേർക്കാൻ പറ്റും. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പച്ചക്കറിക്കും ചോറിനും ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പൊടികൾ ചേർക്കുവാണ്. പൊടികളായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ്. പൊടികളൊക്കെ മൂത്ത് വന്ന സമയത്ത് ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുവാണ്. തൈരും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ 15 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന ബസ്മതി റൈസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആ അരി അളന്ന അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് ഒന്ന് നോക്കിക്കോളുക. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടെ. ഇനി നമ്മൾ ഈ കുക്കറിന്റെ മൂടി ഒന്ന് അടച്ച് അതിന് വെയിറ്റ് ഒക്കെ ഇട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മളതിന്ന് മാറ്റി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ട് ഞാൻ അതിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കുവാണ്. 10 മിനിറ്റ് മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. അപ്പൊ തുറന്നു നോക്കിയപ്പം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറും വെജിറ്റബിൾസും എല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നില്ല. ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ നല്ല ചൂടോടെ ഇരിക്കുന്നത് കൊണ്ട് ചോറൊക്കെ കുഴഞ്ഞു പോകും. നല്ല പാകത്തിന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം വെന്ത് ചോറും വെന്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു അച്ചാറോ പപ്പടോ ഒക്കെ കൂട്ടി കഴിക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വൺ പോട്ട് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്.
നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി തോറ്റു പോകുന്ന ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.